കോട്ടയത്തെ ചെറിയ ജയിൽ ചാട്ടം ആരും അറിഞ്ഞില്ല, വലിയ ജയിൽ ചാട്ടം മാത്രമേ വാർത്തയാവുന്നുള്ളൂ. കണ്ണൂരിലെ ഗോവിന്ദചാമിയുടെ ചാട്ടം കേരളത്തിലെ ചാനലുകാർ, യൂട്യൂബേഴ്സ് എല്ലാവരും വളരെ ദിവസം കൊട്ടിഘോഷിച്ചു. ജൂലൈ 25 വെളുപ്പിനെയാണ്, രാത്രി മുതൽ വെളുപ്പിനെ വരെയാണ് ആ ചാട്ടം. അത് നമ്മളെല്ലാവരും കണ്ടു, ലൈവ് കണ്ടു, ആസ്വദിച്ചു. അതിനുശേഷം കഴിഞ്ഞ ജൂൺ 30 ഒരു സംഭവം ഉണ്ടായത് വാർത്ത അതിനുശേഷം വന്നേയില്ല, കണ്ടുമില്ല. കോട്ടയത്തെ സബ് ജയിലിൽ നിന്ന് ലഹരി കടത്തിന് അറസ്റ്റിലായ, മോഷണത്തിനും അറസ്റ്റിലായ അമാനുൽ ഇസ്ലാം എന്ന ഒരു ആസാംകാരനെ അറസ്റ്റ് ചെയ്തു കോട്ടയം സബ് ജയിലിൽ സൂക്ഷിച്ചിരുന്നു. സബ് ജയിലിൻ്റെ മതിലിന് ഉയരക്കുറവാണ്, അതുകൊണ്ട് അയാൾ ഈസിയായിട്ട് അങ്ങ് ചാടിപ്പോയി. ഇത് ആരും അറിഞ്ഞില്ല, ഇത് മൂടി വെച്ചു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പോലീസിൽ അങ്ങനെ ഒരു ജയിൽ ചാട്ടത്തിൻ്റെ കഥ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് അൺഒഫീഷ്യലായിട്ട് അവർ സൂക്ഷിച്ചു വെച്ചെന്ന് എനിക്ക് സംശയം. ആ ജയിൽ ചാട്ടത്തിൽ ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ ആരുടെ സമയത്താണ് ഇയാൾ ചാടിയത്, അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നടപടി വരും, പോലീസ് കേസ് വരും, സസ്പെൻഷൻ വരും. അതൊക്കെ മറച്ചു വച്ചു. ഇത് സെൻട്രൽ ജയിലിലുള്ള ചാട്ടമല്ല, ജയിലിൽ നിന്നുള്ള, സബ് ജയിലിൽ നിന്നുള്ള ചാട്ടമാണ്. അപ്പോൾ ഒരു പണപ്പിരിവ് അങ്ങ് നടത്തി. എസ്കേപ്പ് ആൻഡ് റീ അറസ്റ്റ് ഗ്രൂപ്പ്, അതിലോട്ട് ഗൂഗിൾ പേ വഴി പണം ഇടണമെന്ന് അവരുടെ ജയിൽ സ്റ്റാഫുകളെ എല്ലാം അറിയിച്ചു. തടവുകാരിൽ നിന്നൊക്കെ പിരിച്ച് 3 ലക്ഷം രൂപ ഗൂഗിളിൽ കൂടെ അക്കൗണ്ടിൽ വന്നു. എസ്കേപ്പ് ആൻഡ് റീ അറസ്റ്റ് അക്കൗണ്ടിൽ വന്നു. 2 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരും 2 പോലീസുകാരും ഉണ്ടെന്ന് പറയുന്നു. നേരെ ആസാമിലേക്ക് ഫ്ലൈറ്റിൽ പോയി. ഫ്ലൈറ്റിൽ അവിടെ ചെന്ന് ഇവനെ തപ്പി നോക്കിയിട്ട് കിട്ടിയില്ല. അവർ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ച് മടങ്ങിപ്പോകുന്നു. അവിടുത്തെ പോലീസിനെ സ്വാധീനിച്ചിട്ട് ഇവൻ്റെ വീടിൻ്റെ അവിടെ പിടിച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിടിച്ചു വച്ചിട്ടുണ്ട്. ആ വിവരം അറിയിച്ചു. വീണ്ടും ഒരു ഫ്ലൈറ്റിൽ 2 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാർ അവിടെ പോയി ഇവനെ കൂട്ടിക്കൊണ്ടുവന്ന് കോട്ടയത്തെ സബ് ജയിലിലാക്കി. ഈ വാർത്ത ഇപ്പം പുറത്തു വരാൻ കാരണം 3 ലക്ഷം രൂപ പിരിച്ചതുകൊണ്ടാണ്. എസ്കേപ്പ് ആൻഡ് റീ അറസ്റ്റ് ഗ്രൂപ്പിലേക്ക് 3 ലക്ഷം രൂപ ജയിൽ ജീവനക്കാരും ജയിൽ തടവുകാരും ഒക്കെ അയച്ചു കൊടുത്തു. ആ ഒരു സഹാനുഭൂതിയുടെ വെളിച്ചത്തിൽ 3 ലക്ഷം രൂപ കിട്ടിയപ്പം ഇവർ പോലീസിനെ അറിയിക്കാതെ ആയിരിക്കണം, അത് അൺഒഫീഷ്യലായിട്ട് പോലീസിനെ അറിയിച്ചോ. ആസാമിൽ പോയി ഇവനെ പിടിക്കാൻ നോക്കി, കിട്ടിയില്ല. ഫ്ലൈറ്റിൽ വന്നു, വീണ്ടും ഫ്ലൈറ്റിൽ പോയി അവനെ അവിടെ നിന്ന് കൊണ്ടുവന്നു ജയിലിലാക്കി. ഇങ്ങനെ ഒരു വാർത്ത വെളിയിൽ വന്നിട്ടുണ്ടോ എന്ന് സംശയം. ജയിൽ ചാടി തടവ് പുള്ളി എന്നുള്ള വാർത്ത ഇല്ല, പോലീസിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ആ വാർത്ത വരാത്തത്. ഈ പണപ്പിരിവിൻ്റെ വിവരവും രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരുന്നു. അതും ആരും അറിഞ്ഞില്ല. അവിടെ പോയി കൊണ്ടുവരുന്നതിനും, അവിടെ പോയി അന്വേഷിക്കാനും, അവിടെ പോയി പ്രതിയുമായിട്ട് മടങ്ങി വരാനും ഒക്കെ പണം ഉണ്ടായി ഫ്ലൈറ്റിലോട്ട് വരികയും ചെയ്തു. നല്ല കാര്യമായിട്ട് തോന്നുന്നു. കാരണം പ്രതിയായിട്ട് ട്രെയിൻ കയറി നിരങ്ങി ഇവിടെ വരണം, റിസർവേഷൻ കിട്ടൂല, ഉറക്കൊളിക്കാൻ പറ്റൂല. പ്രതിയെ 2-2.5 ദിവസം ട്രെയിനിനകത്ത് ഇരുത്തണം. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നവരും 2-2.5 ദിവസം അങ്ങോട്ടുകൂടെ പോകണം. അതിന് റിസർവേഷൻ ഒക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്തായാലും ഫ്ലൈറ്റിൽ പോയതുകൊണ്ട് കാര്യം എളുപ്പമായി. അതിന് പണം വേണം, ശമ്പളക്കാർ പണം കയ്യിലില്ല. പിന്നെ ഒരു പിരിവ് അങ്ങ് നടത്തി 3 ലക്ഷം രൂപ വന്നു. ഏതായാലും കാര്യം നടന്നു. ചാടിപ്പോയ പ്രതിയെ ഈസി ആയിട്ട് കിട്ടി. ഗോവിന്ദചാമിയുടെ ചാട്ടമാണ് ക്ലാസിക് ചാട്ടം എന്ന് ഞാൻ പറയണത്. അത് 10 പേരറിഞ്ഞു, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും അറിഞ്ഞു. ഗോവിന്ദചാമിയുടെ പഴയ കേസുകെട്ടുകളെല്ലാം പുറത്തു വന്നു. ഏതായാലും ഭാഗ്യത്തിന്, ജയിൽ ജീവനക്കാരുടെ ഭാഗ്യത്തിന് അയാളെ ജയിൽ ചാടിയതിൻ്റെ പരിസരത്ത് വെച്ച് തന്നെ 4 കിലോമീറ്ററിനടുത്ത് വെച്ചിന് തളപ്പം എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് വെച്ച് അയാളെ കിട്ടി. അത് വലിയ വാർത്തയായിരുന്നു. അത് വലിയ ചാട്ടമായിരുന്നു, ക്ലാസിക് ചാട്ടം എന്ന് പറയുന്നതാണ്. പക്ഷെ കോട്ടയത്തെ ചെറിയ ചാട്ടമാണ്. അത് വലിയ വാർത്താ പ്രാധാന്യമില്ല. അതുകൊണ്ട് ആർക്കും വലിയ താല്പര്യവുമില്ല. പോലീസിലോട്ട് അറിയിച്ചുമില്ല എന്ന് ഇപ്പം അറിയിച്ചെങ്കിൽ അവിടെ കേസ് എടുക്കണമല്ലോ, ജയിൽ ജീവനക്കാർ സസ്പെൻഷൻ ആണല്ലോ, അതൊന്നും കാണുന്നില്ല. പിന്നെ പ്രതി ഇപ്പോൾ ഉണ്ട്, ആ പ്രതി സബ് ജയിലിലുണ്ട്. കുറച്ച് ദിവസം ഇല്ലായിരുന്നു, അയാളൊന്ന് വീട്ടിൽ പോയിട്ട് വന്നു, അയാളെ ഇവിടെ കൊണ്ടാക്കി. അപ്പോൾ വലിയ കുഴപ്പമില്ല നിയമ നടപടിക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവം ഇപ്പോൾ വാർത്തയാകാൻ കാരണം 3 ലക്ഷം രൂപ പിരിച്ചത് കൊണ്ടാണ്.
പിരിച്ചതിൻ്റെ വാർത്ത വെളിയിൽ വരാൻ കാരണം ജയിൽ ജീവനക്കാർ പിരിച്ചത് തടവുകാരിൽ നിന്ന് പിരിച്ചപ്പം അവരുടെ ബന്ധുക്കൾ ഒക്കെ പണം കൊണ്ടേ കൊടുത്തിട്ടുണ്ടാവും. എങ്ങനെയാണ് ഈ 3 ലക്ഷം രൂപ അവർക്ക് പിരിച്ച് എടുക്കാൻ സാധിച്ചത്? ആരൊക്കെയാണ് പണം കൊടുത്തത്? ഇവിടെ പൂജപ്പുര സെൻട്രൽ ജയിലിലെ തടവുകാരുടെ വീട്ടുകാരിൽ നിന്ന് പണം വാങ്ങിച്ച് ഗൂഗിൾ പേയിൽ അവിടെ ജീവനക്കാരുടെ പേരിലും ജീവനക്കാരെ പേടിയുള്ളവർ അവരുടെ ഭാര്യമാരുടെ പേരിലും പണം സമാഹരിച്ചത് വാർത്തയായിരുന്നു. പക്ഷേ നടപടി എന്തായെന്ന് അറിയത്തില്ല. കോട്ടയത്തെ ഈ ചെറിയ ജയിൽ ചാട്ടം അത് അങ്ങ് ഇഗ്നോർ ചെയ്താൽ മതിയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ഒരു DGP ഉണ്ട് സംസ്ഥാനത്തെ പോലീസിലുള്ള, അദ്ദേഹം അറിഞ്ഞില്ല. പിന്നെ ജയിലിൽ തന്നെ ഒരു ജയിൽ ജീവനക്കാരിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് വരുന്ന ഒരു IGP ഉണ്ട്, ആരും അറിഞ്ഞില്ല. 2 DIGമാർ 2 റേഞ്ചിലെ ജയിൽ ജീവനക്കാർ തന്നെയാണ്, അവരും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അപ്പം സബ് ജയിലുകളിലും മറ്റുള്ളവർക്ക് ചെറിയ ചാട്ടങ്ങളൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. അതിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും, അതെങ്ങനെയെങ്കിലും തിരിച്ചകത്തോട്ട് വന്നുകൊണ്ടിരിക്കും. ഏതായാലും വളരെ മോശകരമായ ഒരു പ്രവർത്തനമാണ് ജയിലിൽ നടക്കുന്നതെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. കാരണം ഈ ഒരു ചെറിയ ചാട്ടം നമ്മളാരും അറിഞ്ഞില്ല, അതൊരു വലിയ ഇപ്പോൾ ഒരു വാർത്തയായിരിക്കുന്നു. അതുകൊണ്ട് ഇതേപ്പറ്റി ജയിൽ DGP അന്വേഷിച്ചിട്ടില്ല. അതുകൊണ്ട് സംസ്ഥാന DGP അറിയണം, ഹൈക്കോടതി ഇത് അറിയണം. കാരണം അവിടെ ഇട്ടിരിക്കുന്ന പ്രതികൾ ഒന്നെങ്കിൽ ശിക്ഷിച്ച് കിടക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ സബ് ജയിലിലെ മറ്റുള്ള ജയിലിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നവരായിരിക്കണം. അത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാർ അവിടെ റിമാൻഡ് ചെയ്ത പ്രതികളായിരിക്കാം, അല്ലെ കൊലക്കേസ് സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തതായിരിക്കാം. എന്തായാലും അത് സബ് ജയിലുകളിലാണ് അവർ ശിക്ഷ അനുഭവിക്കുന്നവരല്ല. ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ സെൻട്രൽ ജയിലിലേ പോവുള്ളൂ. അതുകൊണ്ട് ഈ കാര്യം മേലധികാരികൾ ശ്രദ്ധിക്കണം. കാരണം ജയിലിൽ ഇനി അത് ശ്രദ്ധിച്ചിട്ടില്ല, അവരങ്ങ് ഇഗ്നോർ ചെയ്യും, നടപടിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് സംസ്ഥാന DGPയും ഹൈക്കോടതിയും ഈ കാര്യത്തിൽ ശ്രദ്ധയിലെത്തും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇങ്ങനെയുള്ള നടപടികളൊക്കെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അങ്ങനെ എത്ര പേര് ജയിലിൽ ചാടിയിട്ടുണ്ടെന്നൊരു കണക്ക് എടുക്കണം. അത് റിപ്പോർട്ട് ചെയ്യാതെ ഉണ്ടോ, കോടതികളിൽ നിന്ന് എത്ര പേരെ റിമാൻഡിലോട്ട് കൊടുത്തിട്ടുണ്ട്, റിമാൻഡിൽ അനുവദിച്ചവർ, എങ്ങനെയെങ്കിൽ കോടതി അറിയാതെയും പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ജയിലിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ അത് കൂടുതൽ ജാഗരൂകത നോക്കുകയും ഈ കോട്ടയത്തെ ജയിൽ ചാട്ടത്തിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല ആ ചാട്ടം, അതൊക്കെ മൈനറായ സംഗതികൾ തങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്യാം എന്ന് ജയിൽ ജീവനക്കാർ കരുതരുത്. ഇതൊക്കെ ചെന്ന് വലിയ അപകടത്തിലേക്ക് ചാടും. അങ്ങനെ ചാടിയ ഒരു ജയിൽ ജീവനക്കാരനെ അയാളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജയിലിലെ അന്നത്തെ ഡ്യൂട്ടിക്കാർ ഉത്തരവാദിത്വം പറയേണ്ടി വരും. അത് ചിലപ്പോൾ ഒരു മർഡറിലേക്ക് പോകാം, അത് പെൻഷൻ വാങ്ങിക്കത്തില്ല, ജയിലിൽ കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യം ലാഘവബുദ്ധിയോടെ കാണരുത്. പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം, അപ്പോൾ തന്നെ കൺസേൺഡ് പോലീസ് റിപ്പോർട്ട് ചെയ്യണം. അതിനകത്ത് എന്തായാലും നിങ്ങളുടെ പേരിൽ ഒരാൾ ചാടിപ്പോയെന്ന് പറഞ്ഞാൽ അതിന് പണിഷ്മെൻറ്റ് അനുഭവിക്കാതെ നിവൃത്തിയില്ല. അങ്ങനെയുള്ളത് അതിലും വലിയൊരു കേസിനകത്ത് കുരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ സംബന്ധിക്കുന്ന ഒരു അന്വേഷണം റിമാൻഡ് പ്രതിക്ക് ജയിൽ ജീവനക്കാരെ അറിയുന്നില്ലെങ്കിൽ ആ കോടതി, കൺസേൺഡ് കോടതി അത് റിപ്പോർട്ട് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തെ DGPയും കേരള ഹൈക്കോടതിയിലെ സെക്യൂരിറ്റി ഓഫീസറും ഇതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു.